to another video of Ashi Alzheimer Vlog. അപ്പം ഇന്ന് 5ാമത്തെ നോമ്പായി. അപ്പം എന്താ ഇന്നലെ ചിക്കനും കാര്യങ്ങളൊക്കെ കരിയിച്ചത് കൊണ്ട് ഇന്നത്തെ ഇന്നാരാമ ഉണ്ടാക്കണത് എന്ത് ഫുഡ്? അതെ, ലാമിന്റെ സ്പെഷ്യലാണ്. ഇന്നലെ ലാമിന്റെ ഹസ്ബൻഡ് ആഷി ഇന്നലെ ചിക്കൻ കരിയിച്ചത് കൊണ്ട് ഇന്ന് ലാമി വേറെ സ്പെഷ്യൽ ഇന്ന് അടുക്കളയിലെ ഓളാണല്ലോ. അപ്പം സ്പെഷ്യൽ ചിക്കൻ ഷവായി എന്തോ ഓളെന്നെ പറഞ്ഞു തരും കേട്ടോ. അപ്പം ഞാനിന്ന് വ്ളോഗ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഞാനുണ്ട്, ഫതിലുണ്ട്. ഹൗ ഡു യു ഡു? ഉറങ്ങി എണീക്കല്ലേ കള്ള? മദ്രസൊക്കെ പോയിട്ട് ഉറങ്ങി ഒന്നും കൂടി ചെക്കന്. അപ്പം ഞാൻ ചിക്കൻ ഉണ്ടാക്കാനല്ലേ ചിക്കൻ വാങ്ങിയിട്ട് വരട്ടോ. ചിക്കൻ വാങ്ങാൻ ഇറങ്ങുകയാണ്. അപ്പം വാങ്ങണ മുതൽ ഞങ്ങൾക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സമയം 2 മണിയായിട്ടോ. അപ്പം സ്പെഷ്യൽ ഇന്ന് ലാമിയാണ് ഫുള്ള് അടുക്കളയിൽ തോന്നുന്നുണ്ട്. ആണ്, ലാമിയാണ്. അപ്പം ചിക്കൻ വാങ്ങിയിട്ട് വരാം. ഫതിലോ, എന്തായാലും ഇന്നത്തെ പൊളിക്കൂട്ട്, ഇന്നത്തെ ഷവായ്ക്ക് വേണ്ടി കണ്ട് വെയിറ്റിംഗ് ആണ്. എന്ത് പിന്നെ ലാമി അങ്ങനൊന്നും കാട്ടൂല ഇന്ന് ഫുള്ളു. പിന്നത്തെ എന്താ വെച്ചാല് ഇത് വാപ്പുണ്ടാക്കിയ മീൻകറി, ഇത് വേറെ ലെവലിന്ന് ഞാൻ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടണ മാതിരിക്കത്തെ സംഭവം. വേറെ ലെവൽ സ്മെല്ല് ഇങ്ങനെ അടിക്കും. വാപ്പുണ്ടാക്കിയതാണ്. പിന്നെ ലാമിന്റെ ഉത്തരവാദിത്താണ് ഇത് മൊത്തം ഫുള്ള്. വേറെന്താ ദീനെന്താ കഴിച്ചാനെന്താ? പൊറാട്ട ഉണ്ടാക്കുക? ഫുള്ളുണ്ടാക്കണ ജി. പൊറാട്ട അടിച്ച മൈദ അവിടെ കുഴച്ചോണ്ടി വള്ളത്തിൽ കൂടെ. ഇന്ന് അടുക്കള കത്തിച്ചാൽ ലാമിയായിട്ട് ഇറങ്ങിയിരിക്കണ്. എന്താവുന്ന നമുക്ക് നേരത്തെ ഐസാനെ ആക്കണം എന്നൊക്കെ പറഞ്ഞു. ഐസാൻ നൈസായിട്ട് നാളെ ആക്കാറുണ്ട്. അതറിഞ്ഞ ഓള് കോഴി ആദ്യമായിട്ട് ജീവിതത്തിൽ കേൾക്കണ്. അടുക്കള ഉത്തരവാദിത്തം ഉണ്ടാവും. എന്റെ കിച്ചൺ ഡ്യൂട്ടി പുരോഗമിക്കുമ്പോൾ എവിടെ വരെ എത്തിയെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ നമ്മൾ കുത്തി നോക്കുന്നത് എന്തിനാ? മസാല പിടിക്കാൻ. മസാല ഒക്കെ റെഡി ആയിട്ടോ. നല്ല സ്പൈസി മസാല ഉണ്ടല്ലേ. മുളകുണ്ട്, തക്കാളി, പിന്നെന്താ സീക്രട്ടാ? സ്പൈസി ആക്കണ്ട, നല്ല സ്പൈസി ആക്ക്. ചെറിയുള്ളി, ഉണക്കമുളക്, മല്ലിച്ചപ്പ്, തക്കാളി എല്ലാം മിക്സ് ചെയ്യാൻ പോകണം കേട്ടോ. ഞാൻ 8 പീസായിട്ട് കൊണ്ടുവന്നിക്കണ്. കൊണ്ടുവരാൻ പറഞ്ഞു. കറക്റ്റ് 8 പീസാക്കി പറ്റ ചെറുതാക്കി കൊണ്ടുവന്നിക്ക്. ചെറിയ കൊയ്യായിട്ടാണ്. ചെറിയ കൊയ്യ വാങ്ങിയ അവിടെ ചെറുതാണ്, അവിടെ വലുതില്ല. നമ്മൾ ഈ മസാലയിലോട്ട് അതാ ചെക്കൻ കൊറേ നേരം ഇരിക്കണ്. സ്വർണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്വർണത്തിന്റെ ചെറിയൊരു സംഭവം ഇട്ട് വെച്ചീനു. ഇനി ബാക്കിയിട് നോക്കട്ടെ. കൊറേ അതിലെടുത്തേക്കാൻ തുടങ്ങിട്ടെ. ഓ മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. എത്രങ്ങാനും പൈസ ഇജ്ജ് അത്രയും എടുത്തോ. എനിക്ക് ഈ 3 നോട്ട് മതി. കൊറേ എനക്കല്ലേ, എനിക്ക് കുറച്ചുള്ളൂ. നോക്ക് 3 നോട്ടുള്ളൂ. എന്താ ഇതെന്താ മറ്റേ കളിച്ചണ 500? അത് തുറന്ന് എത്ര ഉണ്ട് നോക്കട്ടെ. 1000? എന്നാലും ഇതിപ്പോ എത്ര ഉണ്ടാവും? ഇതൊരു 1000 ഉണ്ടാവോ? 500? ഇത് അത്ര ഒന്നും ഉണ്ടാവില്ല. എത്ര ഉണ്ടാവും? 200? അത്രയും ഉണ്ടാവില്ലേ? അതിലേറെ ഉണ്ടാവോ? ഇപ്പൊ തന്നെ 1010, 1020 മാഷാല്ലാ. ഇനിയിപ്പോ ഫതിലുവിന്റെ വക എന്താണില്ലേ? എന്നടാ ഫതില് എനിക്ക് തരാൻ പറഞ്ഞതാ. എന്നാ പൈസ.
ലാമിന്റെ റെസിപ്പി ആയിട്ട് ഇനി എപ്പോഴും ആയിട്ടേ ഞാൻ കാര്യം പറയുള്ളൂ. ഞങ്ങളെല്ലാരും ആയിട്ട് പറയുള്ളൂ. കാരണം ഇന്നലത്തോടു കൂടി എല്ലാം മനസ്സിലായി. അവസാന നിമിഷം വരെ കരിയുമെന്ന് മനസ്സിലായി. അങ്ങനല്ല, ഇന്നലെ ആശി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ ഫതിലുവിന്റെ കലാപരിപാടികളാട്ടോ. അവന് കൊറേ കാലായിട്ട് ഒരുക്കി വെച്ച കുറ്റി പൊട്ടിച്ചോണ്ടിരിക്കാണ്. മോൻ പൊട്ടിക്കണതാ കുറ്റി, അവൻ കുറ്റി പൊട്ടിക്കണതാ. പോരട്ടെ പോരട്ടെ. ഇത് ചെറിയ ഓട്ടോ നോക്കിയാ പിന്നെ എങ്ങനെയാ വരിക? അത് വലുതാക്കട്ടെ. പണി ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മസാല പൊടിക്കുന്നില്ലല്ലോ, കീസുമ്പോ തന്നെ പോകുന്നു. അപ്പൊ ഗൈസ് ഇതാ ഉണ്ടാക്കി കൊണ്ട് ഇരിക്കണേ. ഇതെന്താ ഉണ്ടാക്കണേ? കട്ട്ലറ്റ്, ചിക്കൻ കട്ട്ലറ്റ്. കട്ട്ലേറ്റ് തിന്നല്ലേ? മാമെന്താ ഉണ്ടാക്കണേ? ചൊളാണ്ടി. ചോളണ്ടി. ചൊളാണ്ടി ചോളാണ്ടി ചൊളാണ്ടി അല്ലെങ്കിൽ റാഗി. നിങ്ങളെ നാട്ടിലെന്താ പറയാ? അവിടെ എന്താ പറയാ? മുത്താരിയോ? മുത്താരി. ഇത് ഒരുത്തിന് ഇതാക്കണ ഇവിടെ എന്തോ ഒരു ഇതാ ഫുള്ളായി ഗൈസ്. ഇല്ല വെറുതെ പറയാ. ഫുള്ളായി ഗൈസ്. ഈ 500 നോട്ട് നിങ്ങൾക്ക് വേണോ? ഞാൻ ഗീവ കൊടുക്കുന്നുണ്ട്. കാര്യതാ 500. അപ്പം ഇനി ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഫുഡൊക്കെ റെഡിയാവുന്നതാണ്. അതെ അതെ. ആശീനെ പാളിയതിനു ശേഷം വൈഫായ ലാമിന്റെ പരാക്രമാണ്. ശർക്കരൊക്കെ കൂട്ടുകല് ഇവിടെ മധുരം ഉണ്ടാവില്ലല്ലോ. മധുരം വേണ്ട, കുറച്ച് ഉച്ചായി. ഇതാ ഇങ്ങനെ ഷാനക്കൊക്കെ എന്താ പറയല്ലോ പറഞ്ഞു. മടിയാട്ടി പോണോക്ക് ഇവിടെ നിക്കടാ. കളിച്ചാ എന്താ എനിക്കൊന്ന് വേണ്ടത്? എന്താ സ്പെഷ്യല്? കട്ട്ലേറ്റ് ഞാൻ വെയിറ്റ് ചെയ്തോണ്ട് നിക്കാണ്. ഓ മൈ ഗോഡ്. ആശിനെ കാണിച്ചോ. പിന്നെ നല്ലൊരു ഷവായി ഉണ്ട്. ആശിനെ കാണിച്ചോ. കൊപ്പോയൊന്നും ഇട്ടില്ല, ട്രൗസർ ഒന്നും ഇട്ടിട്ടില്ല. ഓ അപ്പൊ കാണിച്ചു കൊടുക്കണ്ട സീന്. ഇത് സിമ്പിളായിട്ട് സെറ്റാക്കാൻ കഴിയണവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. കാര്യബോധമില്ലാത്തൊരു ഹസ്ബൻഡ്. വ്ളോഗ് എടുക്കാൻ ഒരാള് വന്നിരുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ റെസിപ്പി ഒക്കെ പറഞ്ഞു കൊടുക്കുക? റെസിപ്പി പറഞ്ഞു കൊടുക്കണ്ടോ? റെസിപ്പി പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ, നിങ്ങൾ ആരും എടുത്തരാത്ത. എന്നെ കുറിച്ച് അവിടെ ചേച്ചി പറയുന്നുണ്ട്. അപ്പൊ ചിക്കനൊക്കെ ഏകദേശം എന്തൊക്കെ 3-4 മണിക്കൂറായിരിക്കും ഇപ്പൊ. ഇതിലെന്താണ് ഉണ്ടാക്കിയത്? ഫസ്റ്റ് നമ്മള് ചിക്കൻ എടുക്കുക, കേൾക്കുക. ചിക്കൻ കേൾക്കണം, അത് വേറെ കുത്തുക. അതായത് വലിയ ഒരു ഫുള്ള് ചിക്കൻ ആട്ടത് നമ്മൾ 8 കഷ്ണാക്കിയതാണ്. എന്നിട്ട് ഈ ഒരു ചിക്കനക്ക് മറ്റേ ചെറുള്ളി 2 തക്കാളി എടുത്തു, ഒരു 13 ചെറുള്ളി ഒക്കെ ഉണ്ടാവും. 13 കാണോ? കൊറേ ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ടായില്ല. ചെറുള്ളി, തക്കാളി, പിന്നെ മല്ലിച്ചപ്പ് ഒരു കയ്യില് കൊള്ളണം അത്ര മല്ലിച്ചപ്പ്, അത്യാവശ്യം മല്ലിച്ചപ്പ്. പിന്നെന്താ, പിന്നെ കുറച്ച് ചെറിയ ചൂടുവെള്ളത്തില് മറ്റേ ഉണക്ക് ചുവപ്പ് മുളകില്ലേ, അതൊരു 8-9-10 ഒക്കെ വെള്ളത്തിലിട്ട് വെച്ച് കുറച്ചു നേരം, ഒരു 15 മിനിറ്റ്. അതിനുശേഷം അതും 2 തക്കാളിയും മല്ലിച്ചപ്പും ഉപ്പും ഉപ്പില്ല കേട്ടോ, മറ്റേ ആ ചെറുള്ളി കൂടി അരച്ച് മിക്സിയില് ആ മസാലയും അതിക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് വിനെഗർ, ഉപ്പ് ഇട്ടിട്ട് നമ്മള് മസാല കൂട്ടിയതാണ്. മസാല കൂട്ടിയാണ്. എന്നിട്ട് ഇപ്പൊ ഒരു 4 മണിക്കൂറെങ്കിലും മാക്സിമം വെക്കാൻ നോക്കുക. എന്നിട്ട് മസാല പിടിപ്പിച്ചിട്ട് കയ്യില് ഗ്ലൗ ഇട്ടിട്ടാണ് മസാല. നമ്മളിത് കുക്കറിൽ വെക്കാൻ പോവാണ്. നമ്മള് പറയുന്നത് കുക്കറോടെ ഓവൺ വെച്ചൂടെ ലാമി? എല്ലാരും വീട്ടിലും ഓവൺ ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാല ഷവായ.
ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോണത്, അപ്പൊ എങ്ങനെ ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റൂല. പാളല്ല എല്ലാ ചാൻസ് ഉണ്ടാവട്ടെ. അല്ല പാളാതക്കാനല്ല എല്ലാ ചാൻസ് ഉണ്ടാവാതെക്കട്ടെ. കഴിയൂലേ? എടി പാളാതക്കട്ടെ എന്നാ ഞാൻ ഉദ്ദേശിച്ചേ. മറ്റേ കുക്കറിൽ ഇട്ടുട്ടോ. ഒരു ഇത് തരത്തില്ലാമിക്ക് അത് ധൈര്യം ഉണ്ടെങ്കിൽ മൂത്ത് കണ്ണില് തേക്കുക. എന്റെ കണ്ണിലല്ല, ഇവളുടെ കണ്ണിൽ പേടിച്ചപ്പോ തേക്കുകള്. ഇവള് അങ്ങനത്തെ ഇടക്കൊരു ഒരു പിരാന്താ. ഇവള് ഡബിളാണ്, ഡബിള് അങ്ങനത്തെ സ്വഭാവ. നല്ല സ്വഭാവം, ചിരിച്ച് കളിച്ചണ ലാമിക്ക്. പിന്നെ ഉണ്ടാവും അറിഞ്ഞു കണ്ടു വരുന്നേ. കാരണം ഞങ്ങള് ഇത് ഇങ്ങോട്ട് പോണ്ട്, ചെയ്ത്താൻ ഇറക്കാൻ പോണ്ട് ഞങ്ങളോടെ മേത്തത്തെ. രാവിലെ മുതല് ഈ മുണ്ടൊക്കെ അടക്കാൻ തുടങ്ങിയതല്ലേ. അപ്പൊ കഴിഞ്ഞില്ലേ? ഞാൻ അവിടെ വെക്കലത് ഇത് അടച്ചു വെക്കും. അപ്പൊ തീ കൂട്ടിങ്ങാണ്ട് ഒരു വിസില്, തീ കുടിച്ചാണ്ട് 2 വിസിലും അടിക്കണം. അങ്ങനെയാണത്. അപ്പൊ ഞാൻ നിസ്കരിച്ചു തരാം കേട്ടോ. അപ്പൊ ബൈ ബൈ. ഞാന് കട്ട്ലറ്റ് ഫ്രൈ ചെയ്യട്ടെ. എവിടെ ഓളുണ്ടാക്കിയ കട്ട്ലറ്റ് ഉണ്ട് എന്നറിയണം ഇവിടെ. അത് കാട്ടി കൊടുക്കാൻ അവള് പറഞ്ഞു. ചേച്ചി ഇന്നലത്തെ വീഡിയോ ഉണ്ടില്ലേ, അടിപൊളിയല്ലേ? ഇന്ന അടുക്കളയ്ക്ക് കയറ്റണ്ടെന്ന് ചേച്ചി പറയണത്. കരിഞ്ഞു എന്ന് പറയണത്. ഞാനൊരു ചെറിയൊരു കയ്യബദ്ധം ചേച്ചിയാ. ഞാൻ ഇവളോട് നിസ്കരിച്ചാൻ പോകുമ്പോ നോക്കണ്ടറിഞ്ഞു ഇവളുണ്ടോ ഇരിക്കണത്. എന്നിട്ട് ഇന്നെ ഞാൻ അടച്ചരാം. ഇത് ഇന്നെ പിടി, ഇത് ഞാൻ ക്യാമറ എടുക്കും, ഞാൻ അടച്ചരാം. എന്തെങ്കിലും എനിക്ക് വേണം, എന്നാ ടേസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഇന്റെ കാര്യം പറയാം. ഞാൻ കുക്കർ അടച്ചോണ്ടാണെന്ന്. ഇതിപ്പോ ഇനി ഫുൾ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഗായ്സ് ഞാൻ നിസ്കരിച്ചു തരാം. ഞങ്ങൾ ഇതാ പോണി. നമ്മള് കട്ട്ലറ്റ് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ക്യാരറ്റ് ഇട്ടിരിക്കണ പപ്പായാണിത്. അപ്പൊ ഞാവൽ മുന്തിരി ലൂയി ബാ ബാ ബാ. അപ്പൊ ഞാൻ കാട്ടിത്തരട്ടോ, ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കാട്ടിത്തരാം. ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ ഇതിക്ക് കൊട്ട് ചിക്കനായി. ഇനി നമ്മള് ഒന്ന് മെൽറ്റ് ആക്കാണ്. മെൽറ്റ് കഴിക്കണം. ഓ ഇന്ത്യത്തെ മാതിരി കരിഞ്ഞു. അപ്പൊ പുക കാണ പേടിയായിക്കണ കേട്ടോ. ആമത് വറ്റിപ്പോന്നോള് പറയണത്. ഇത്ര മതി. മസാല സെറ്റാ, നല്ല സ്മെല്ല് അടിക്കുന്നുണ്ട്. നോമ്പ് നോക്കാനും നോമ്പ് കുറിച്ചാനൊക്കെ കുറെ ടൈമായി ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ആക്കണം. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വെക്കലൊക്കെ നടക്കൂല. ഐസാനൊക്കെ ഇപ്പളാ വരുന്നത്, ലാസ്റ്റ് ടൈമിലാ വരുന്നത്. ഇതൊക്കെ ലാസ്റ്റ് ടൈമിലാ. ഞാനും ലാമിയൊക്കെ ആ ചിക്കനൊക്കെ ഉണ്ടാക്കാൻ നല്ല ടൈം എടുത്ത്. എന്താ ലാമി ആ ചിക്കനൊക്കെ ഞാൻ ലാമിന്റെ ഒപ്പം അല്ലേ? ആ വീഡിയോയിലില്ല, ഞാനാണ് വീഡിയോ ഇങ്ങനെ വെക്കണത്. ഇത് ലാമി ഇന്റെ പീസ് ഇതാണ്. ഇത് എനിക്ക് കിട്ടേണ്ടി വരും. ഞാൻ പറ്റിച്ചിരിക്കും അപ്പുറത്ത് ചോമിച്ചു. കഴിച്ചതോടു കൂടി ഞങ്ങളെ ലാസ്റ്റത്തെ എണ്ണക്കടിയായിട്ട് ഞാൻ എണ്ണക്കടി തിന്നൂല. ഫ്രണ്ട്സ്, നോമ്പൊക്കെ ഇങ്ങനെ ബാങ്ക് കൊടുത്ത് നോമ്പ് ഇങ്ങനെ മുറിച്ചിട്ട് എല്ലാരും നോമ്പ് തുറന്നു. ഇന്ന് ഫുള്ള് ലാമിന്റെ സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ. കട്ട്ലൈറ്റ് ഫസ്റ്റ് ബൈറ്റ് എങ്ങനെയുണ്ട് ലാമിന്റെ? ഓ ഫതിൽ എങ്ങനെയുണ്ട്? ഇന്ന് ഫുള്ള് ഷുഗർ കട്ട. അപ്പൊ നല്ല ഐസ്ക്രീം കൊണ്ട് നിക്കണേ. ഷുഗർ കട്ട നല്ല ഫ്രൂട്ട് സലാഡ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, നല്ല ഫിഷ് കറി ഉണ്ട്. അപ്പൊ എല്ലാരും പരമാവധി എണ്ണക്കടി ഒഴിവാക്കാൻ നോക്കുക. അതാ പൊറാട്ട എടുക്കണേ, എണ്ണക്കടി ഒഴിവാക്കാറുണ്ട്, പൊറാട്ട എടുക്കണേ. പറയണൊക്കെ മധുരൊക്കെ തിന്നാറിട്ട് ഐസ്ക്രീം എടുത്ത് തിന്നണോക്കോ അതില്. അല്ല ഇതാട്ടോ സ്പെഷ്യല് മസാല ഷവായ.
അത് ഞാൻ തിന്നോക്കട്ടെ കേട്ടോ. കണ്ടിട്ട് രസമുണ്ട് തോന്നുന്നു. മസാല എന്ത് മസാല അമ്മ? മാമ എന്താ പേരിട്ടിക്കണ്? ബുളുമുളുമോ ബുളുംബുളുംബുളുവോ ഇതിന്റെ പേര് ബുളുബുളുവോ? അങ്ങനെ അപ്പൊ ഇതിന്റെ പേര് ഗുൾഗുൾ മസാല ഷവായ. ഗുൾഗുൾ മസാല ഷവായ കൈക്ക് പതില്. ആഫ്രിക്കൻ ഗുൾഗുൾ. ഞങ്ങള് തിന്നിട്ട് പറയാം. ഇത് വാപ്പാന്റെ സ്പെഷ്യൽ ഫിഷ് കറി ഉണ്ട്. പാപ്പാന്റെ ഫിഷ് കറി രാവിലെ തന്നെ ഇതെന്തൊക്കെയാ ബാക്കി എന്തൊക്കെയാ? അത് കഴിക്കേ. മസാല ഷവായ കഴിച്ചിട്ട് ഒരു റിവ്യൂ പറയും. എങ്ങനെയുണ്ട്? കറി രസം ഉണ്ടോ? ഇനി മസാല ഷവായ റിവ്യൂ അറിയാലോ. ആരെങ്കിലും ഞാൻ എടുക്കണം. ചിക്കൻ എല്ലാം മാമ വേറെ റിവ്യൂ. മാമ വേറെ റിവ്യൂ. പിന്നെ ഉണ്ടാവില്ല. മാമ റിവ്യൂ അറിയോ? മാമ തിന്നിട്ട് എന്നാ കൊടുക്ക് കൊടുക്ക്. ആ ഇജ്ജ് പൊറാട്ട തിന്ന് മസാല ഷവായ തിന്ന്. ഷവായന്റെ ഇതിലുള്ളിൽ നല്ല രസമുണ്ട്. കറക്റ്റ് വെന്തിട്ട് സെറ്റാ. അപ്പൊ ഇനി ലാമിയാട്ടെന്നും അടുക്കളയില് കഴിച്ചു നോക്കിയാമ്മ. സൂര്യ അച്ഛയില്ല. ഞാന് നിന്റെ റെസിപ്പി പറഞ്ഞു കൊടുത്തു. ഫതില് കഴിച്ചോ? ഫതില് കഴിക്കണേക്കാര രസം. നല്ല ചൂട് പൊറാട്ടയും വേണ്ട ഇപ്പൊ കഴിച്ചണ്ട. അതെന്താണ് തിന്നാ ഓൻ തിന്നാണ് ബേക്കറി ഏതൊരാൾക്ക് കൂത്തിൻ്റെ ബെല്ലേക്കാക്ക. തൊള്ളക്ക് എത്തില്ല. അപ്പൊ എങ്ങനെയുണ്ട്? നല്ല രസല്ലേ? ഐസ്ക്രീം എങ്ങനെ ഉണ്ട്? സലാഡ്, ഫ്രൂട്ട് സലാഡ്, കട്ട്ലേറ്റ് ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. എനിക്ക് ഇവിടുന്നൊക്കെ വാങ്ങിക്കൊണ്ടത് ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഇഷ്ടം. കാരണം ഓരോ ഭയങ്കര നല്ലൊരു ഇതുണ്ട്. റൂമും കാര്യങ്ങളൊക്കെ തുറന്ന് ഇൻഷാല്ലാ ഇനിയിപ്പോൾ തറാവിക്ക് പോകണം. ഭയങ്കര ക്ഷീണമെന്ന്. അപ്പം ഇൻഷാല്ലാ വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഇനി വരാം കേട്ടോ. നാളെ കുറച്ച് പ്ലാനൊക്കെ ഇടുന്നുണ്ട്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും ഉഷാറാക്കുക, എല്ലാവരും നോമ്പൊക്കെ ഉഷാറിൽ പോകണമെന്ന് വിചാരിക്കണു. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എക്സാം എഴുതിയോലെന്ന് +1 എക്സാം എഴുതിയെന്ന് പറഞ്ഞു. അതുപോലെ SSLC +2 എങ്ങനെയുണ്ട്? നമ്മളെ വീഡിയോസ് കാണുന്ന 9th 10th കുറേ കുട്ടികൾ എക്സാമൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അഭിപ്രായങ്ങൾ? എക്സാമൊക്കെ ഉഷാറല്ലേ? എങ്ങനെയൊക്കെയാണ്? ഫിസിക്സൊക്കെ കുറച്ച് ടഫ് ഉണ്ടെന്ന് പറയണ കേട്ടു. എന്താ +2കാർക്ക് ടെൻഷൻ ആവണ്ട. എല്ലാവരും പരമാവധി പഠിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. നമുക്കും കൂടി അറിയാമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.